ഹലോ കൂട്ടുകാരി, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ 3rd and 4th ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സേ ട്രൂ ഓർ ഫോൾസ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. 10 × 10⁻11 = 100⁻11. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം LHS സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ LHSലുള്ളത് 10 × 10⁻11 എന്നാണ്. ഇവിടെ ഈ 10ന്റെ പവർ 1 ആണ്. അപ്പോൾ ബേസ് രണ്ടും സെയിം ആണ്, പവേഴ്സ് ആണ് ഡിഫറെന്റ്. അപ്പോൾ നമുക്ക് ഇത് a⁻m × a⁻n = a⁻m+n എന്ന ലോ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ ബേസ് 10 ആണല്ലോ, അപ്പോൾ നമുക്ക് 10⁻1+11 എന്ന് എഴുതാം. അതായത് 10⁻12. ഇവിടെ LHS സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 10⁻12 ആണ് കിട്ടിയത്. RHSൽ 100⁻11 ആണ്. അപ്പോൾ LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS. Therefore, this statement is false. അടുത്തത് 2⁻3 ഈസ് ഗ്രേറ്റർ ദാൻ 5⁻2. 2⁻3 = 8. 5⁻2 = 25. Since 8 is smaller than 25, this statement is false. ഇനി അടുത്തത് നോക്കാം. ഇവിടെ LHSൽ 2⁻3 × 3⁻2 ആണുള്ളത്. 2⁻3 8 ആണ്. 3⁻2 9 ആണ്. 8 × 9 is 72. RHSൽ 6�5 ആണ്. 6 5 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 6 36. 6 × 6 36 × 6. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 36 × 36. 6 6 are 36. 6 here, 3 up. 3 6 are 18. 18 + 3 is 21. 6 3s are 18. 8 here, 1 up. 3 3s are 9. 9 + 1 is 10. 6 1 + 8 9. 2 + 0 2 1. 1296 × 6. 6 6 are 36. 6 here, 3 here. 9 6 are 54. 54 + 3 is 57. 7 here, 5 up. 2 6 are 12. 12 + 5 is 17. 7 here, 1 up. 1 × 6 is 6. 6 + 1 is 7. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 7776 ആണ്. Since 72 is not equals to 7776, hence 2⁻3 × 3⁻2 is also not equals to 6�5. Therefore, this statement is false. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3⁻0 = 1000⁻1. 3⁻0 = 1. 1000⁻0 is equals to 1. റീസൺ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? x⁻0 = 1. ഏത് നമ്പർ ആയിക്കോട്ടെ ⁻0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അതായത് നമ്മൾ 2⁻0 എന്ന് എഴുതി കഴിഞ്ഞാലും 1 എന്ന് തന്നെയാണ്. 100⁻0 എന്ന് എഴുതി കഴിഞ്ഞാലും 1 തന്നെയാണ് ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും 1 തന്നെയാണ് കിട്ടുന്നത്. 1 = 1 എന്ന് എഴുതാം. Therefore, this statement is true. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓൺലി ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ നമ്പേഴ്സ് എല്ലാം പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 108 × 192. 108 ഫാക്ടറൈസ് ചെയ്യാം. 2 ആയിട്ട് ചെയ്യാം. 10ൽ 2 5 ടൈംസ്. 8ൽ 2 4 ടൈംസ്. വീണ്ടും 2 ആയിട്ട് ചെയ്യാം. 5ൽ 2 2 ടൈംസ്. 1 ബാലൻസ്. 14ൽ 2 7 ടൈംസ്. 27ൽ 3 9 ടൈംസ്. 9ൽ 3 3 ടൈംസ്. 3ൽ 3 1 ടൈം. 192 ഫാക്ടറൈസ് ചെയ്യാം. 90ൽ 2 9 ടൈംസ്. 1 ബാലൻസ്. 12ൽ 2 6 ടൈംസ്. ഇനിയും 2 ആയിട്ട് ചെയ്യാം. 9ൽ 2 4 ടൈംസ്. 1 ബാലൻസ്. 16ൽ 2 8 ടൈംസ്. ഇനിയും 2 ആയിട്ട് തന്നെ ചെയ്യാം. 4ൽ 2 2 ടൈംസ്. 8ൽ 2 4 ടൈംസ്. ഇനിയും 2 തന്നെ. 2ൽ 2 1 ടൈം. 4ൽ 2 2 ടൈംസ്. 2 12ൽ 2 6 ടൈംസ്. 6ൽ 2 3 ടൈംസ്. 3ൽ 3 1 ടൈം.
108 ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 2s 3 3s കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇൻറ്റു 192 ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 6 2s കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു 3. അപ്പോൾ നമുക്ക് 108 ഇൻറ്റു 192 ഈക്വൽസ് ടു, ഇവിടെ എത്ര 2s ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. അപ്പോൾ 2⁸ എന്ന് എഴുതാം. ഇൻറ്റു എത്ര 3s ആണുള്ളത്? 1 2 3 4. 3⁴ എന്നും എഴുതാം. എല്ലാവർക്കും മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ കിട്ടിയിട്ടുള്ള 2 നമ്പേഴ്സും ഫാക്ടറൈസ് ചെയ്തു. ആ ഫാക്ടേഴ്സ് എല്ലാം ഇവിടെ എഴുതി. എന്നിട്ട് നമ്മൾ ഓരോ നമ്പറും കൗണ്ട് ചെയ്തിട്ട് അത്രയും പവർ അതിന് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 270 ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 2-ൽ 2 1 ടൈംസ്, 7-ൽ 2 3 ടൈംസ്, 1 ബാലൻസ്, 10-ൽ 2 5 ടൈംസ്. ഇനി 3 ആയിട്ട് ചെയ്യാം. 13-ൽ 3 4 ടൈംസ്, 1 ബാലൻസ്, 15-ൽ 3 5 ടൈംസ്. ഇനിയും 3 ആയിട്ട് തന്നെ ചെയ്യാം. 4-ൽ 3 1 ടൈം, 1 ബാലൻസ്, 15-ൽ 3 5 ടൈംസ്. ഇനിയും 3 ആയിട്ട് തന്നെ ചെയ്യാം. 15-ൽ 3 5 ടൈംസ്, 5-ൽ 5 1 ടൈം. ഇനി നമുക്ക് ഈ ഫാക്ടേഴ്സ് ഒക്കെ ഇങ്ങോട്ട് എഴുതാം. 270 ഈക്വൽസ് ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5. ഒരു 2 മാത്രമേ ഉള്ളൂ, അത് ഇങ്ങോട്ട് എഴുതാം. 3 3s ഉണ്ട്, അപ്പോൾ 3³ എന്ന് എഴുതാം. ഇൻറ്റു 5. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 729 ഇൻറ്റു 64. അപ്പോൾ ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 നമ്പേഴ്സും നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. 729. 7-ൽ 3 2 ടൈംസ്, 1 ബാലൻസ്, 12-ൽ 3 4 ടൈംസ്, 9-ൽ 3 3 ടൈംസ്. വീണ്ടും 3 ആയിട്ട് തന്നെ ചെയ്യാം. 24-ൽ 3 8 ടൈംസ്, 3-ൽ 3 1 ടൈം. വീണ്ടും 3 ആയിട്ട് ചെയ്യാം. 8-ൽ 3 2 ടൈംസ്, 2 ബാലൻസ്, 21-ൽ 3 7 ടൈംസ്. വീണ്ടും 3 ആയിട്ട് ചെയ്യാം. 9 3s are 27. വീണ്ടും 3 ആയിട്ട് ചെയ്യാം. 3 3s are 9. ഇനി 3 ആയിട്ട് ചെയ്യാം 1. ഇനി 64ഉം ഫാക്ടറൈസ് ചെയ്യാം. 6-ൽ 2 3 ടൈംസ്, 4-ൽ 2 2 ടൈംസ്. ഇനിയും 2 ആയിട്ട് ചെയ്യാം. 3-ൽ 2 1 ടൈം, 1 ബാലൻസ്, 12-ൽ 2 6 ടൈംസ്. 16-ൽ 2 8 ടൈംസ്, 8-ൽ 2 4 ടൈംസ്, 4-ൽ 2 2 ടൈംസ്, 2-ൽ 2 1 ടൈം. ഇനി എല്ലാം ഇങ്ങോട്ട് എഴുതാം. 729 ഇൻറ്റു 64 ഈക്വൽസ് ടു 729 ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 6 3s ആണ് കിട്ടിയിട്ടുള്ളത്. 64 ഫാക്ടറൈസ് ചെയ്തപ്പോൾ 6 2s കിട്ടിയിട്ടുണ്ട്. 3⁶6 ഇൻറ്റു 2⁶6 എന്ന് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 768 നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 2 ആയിട്ട് ചെയ്യാം. 7-ൽ 2 3 ടൈംസ്, 1 ബാലൻസ്, 16-ൽ 2 8 ടൈംസ്, 8-ൽ 2 4 ടൈംസ്. വീണ്ടും 2 ആയിട്ട് ചെയ്യാം. 3-ൽ 2 1 ടൈം, 1 ബാലൻസ്, 18-ൽ 2 9 ടൈംസ്, 4-ൽ 2 2 ടൈംസ്, 19-ൽ 2 9 ടൈംസ്, 1 ബാലൻസ്, 12-ൽ 2 6 ടൈംസ്, 9-ൽ 2 4 ടൈംസ്, 1 ബാലൻസ്, 16-ൽ 2 8 ടൈംസ്. വീണ്ടും 2 ആയിട്ട് തന്നെ ചെയ്യാം. 4-ൽ 2 2 ടൈംസ്, 8-ൽ 2 4 ടൈംസ്. 2 ആയിട്ട് തന്നെ ചെയ്യാം. 2-ൽ 2 1 ടൈം, 4-ൽ 2 2 ടൈംസ്, 12-ൽ 2 6 ടൈംസ്, 6-ൽ 2 3 ടൈംസ്, 3-ൽ 3 1 ടൈം. ഇവിടെ 8 2s ആണുള്ളത്, പിന്നെ ഒരു 3 കൂടിയുണ്ട്. അപ്പോൾ 2⁸8 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇതാണ് ഫൈനൽ ആൻസർ. ഇതുവരെ ചെയ്ത സൊല്യൂഷൻസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോയെക്കുറിച്ചൊക്കെ എല്ലാവരുടെ അടുത്തും പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയും എക്സാമ്പിൾ സൊല്യൂഷനും ഇതിന് മുന്നേ ഉള്ള സൊല്യൂഷൻ വീഡിയോസും ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം ഒന്ന് കാണണം. കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.